മിഥുൻ, കോൺഗ്രസിന്റെ യുവപ്പടയെ സഖാക്കന്മാർ ആക്രമിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. അപ്പോൾ വളരെ ശക്തമായ യുവ നിരയാണ് കോൺഗ്രസിൽ ഇപ്പോഴുള്ളത്. അതിൽ അസൂയ മൂത്ത് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ വിറളി പൂണ്ട് നടക്കുകയാണ് ഈ സഖാക്കന്മാരെല്ലാം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ തൊട്ട് തുടങ്ങി ഓരോരുത്തരായിട്ട് ആക്രമണം എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള ആക്രമണം, അതെ, ശാരീരികമായ ആക്രമണം വരെ എത്തി നിൽക്കുകയാണത്. പക്ഷേ ഇപ്പോ ഏറ്റവും ഒടുവിൽ അബിൻ വർക്കിയെ വെച്ചിട്ടാണ് കളിക്കാമെന്ന് വിചാരിച്ചത്. പക്ഷെ അത് ഇന്ന് അബിൻ വർക്കി മാധ്യമങ്ങളെ കണ്ടതോടുകൂടി അതും പൊളിഞ്ഞടങ്ങിയിട്ടുണ്ട്. എന്നാലും അവർ ഓരോ വ്യാജ പോസ്റ്റുകളുമായി ഇറങ്ങിയിട്ടുണ്ട്. കാരണം ഇപ്പോ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ ഇവർ വിചാരിച്ചു വലിയ രീതിയിൽ ഇപ്പൊ ഇവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാവും എന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അപ്പോ നല്ല രീതിയിൽ, അതായത് കോൺഗ്രസുകാർക്ക് അത് വളരെ നല്ല രീതിയിൽ തന്നെ എല്ലാവർക്കും അർഹതപ്പെട്ട സ്ഥാനം കൊടുത്തു തന്നെയാണ് അതിലൊരു തീരുമാനം ഉണ്ടായത്. അപ്പോ അടുത്ത് അവർ വീഡിയോ ഒക്കെ ആയിട്ട് ഈ സഖാക്കന്മാരങ്ങനെ പൂന്തി വിളയാടുകയാണ്. അബിൻ വർക്കി കണ്ണീരൊലിപ്പിച്ച് നിൽക്കുന്ന വീഡിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട്, അതായത് അധ്യക്ഷ പദവി കിട്ടാത്തത് കൊണ്ട് അബിൻ വർക്കി കരയുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം മാധ്യമങ്ങളെ അദ്ദേഹം കാണുന്നുണ്ടായിരിക്കുമല്ലോ ഈ സൈബർ സഖാക്കന്മാരുടെ ഈ തേരോട്ടം. അത് കണ്ടിട്ട് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടു പറഞ്ഞ കാര്യങ്ങളെ പോലും വളച്ചൊടിക്കുന്ന രീതിയിൽ. ഇപ്പോൾ ഇവർ അങ്ങോട്ട് ചോദിക്കുകയാണ്, എന്താണ് ക്രിസ്ത്യാനി ആയതുകൊണ്ടാണോ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ആ ക്രിസ്ത്യാനി ആയത് എന്റെ തെറ്റാണോ എന്ന് ചോദിച്ചതിനെ ഇവർ വ്യാഖ്യാനിക്കുന്നത് ക്രിസ്ത്യാനി ആയതുകൊണ്ടാണോ എനിക്ക് ആ പദവി കിട്ടാത്തത് എന്ന അർത്ഥത്തിലാണ് അബിൻ വർക്കി പറഞ്ഞത്. എന്ന് അവസാനിക്കും ഇവർക്ക് ഈ ഇങ്ങനത്തെ കുരുപൊട്ടൽ? അല്ല, ഈ കോൺഗ്രസിന്റെ യുവനിരക്കെതിരായിട്ടുള്ള നേരത്തെ പറയുന്ന സൈബർ ആക്രമണം, അത് പറയുന്ന പോലെ കുറെ നാളായി തുടങ്ങിയിട്ട് ഇവര് ഈ പറയുന്ന പോലെ എന്താ പറയുക, അടുത്തിടയ്ക്ക് കോൺഗ്രസിൽ പൊട്ടിത്തെറി പ്രതീക്ഷിച്ച ചില നേതാക്കളൊക്കെ തന്നെ പൊട്ടിത്തെറിച്ച് പാർട്ടി വിടും അല്ലെങ്കിൽ പാർട്ടിയിൽ ഒരു റിവോൾട്ട് ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിച്ച പല സന്ദർഭങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സന്ദർഭം എന്ന് പറയുന്നത് KPCC അധ്യക്ഷനെ മാറ്റിയതാണ്. നമുക്കറിയാമല്ലോ, K സുധാകരനെ മാറ്റി പുതിയൊരു അധ്യക്ഷനെ കൊണ്ടുവരുന്നത്. അത് ചർച്ചകൾ കുറെ കാലമായിട്ട് നടന്ന് ഒടുവിലാണ് ഒരു സംഭവം നടക്കുന്നത്. അപ്പോൾ മറ്റുള്ളവർ വിചാരിച്ചു സുധാകരനെ മാറ്റി കഴിയുമ്പോൾ സുധാകരൻ ഒരു റിവോൾട്ട് ഉണ്ടാക്കും. അറിയാമല്ലോ, സുധാകരന്റെ സ്വഭാവം അങ്ങനെയാണല്ലോ. അദ്ദേഹം പാർട്ടിക്ക് ഒരു വിമതനായിട്ട് മാറും, പാർട്ടിയെ തകർക്കും, അല്ലെങ്കിൽ ഒരു പാർട്ടി വിടുന്ന സംഭവം, അല്ലെങ്കിൽ BJP അത് ഇതാണല്ലോ കമ്മികൾ കുറെ നാളായിട്ട് പ്രചരിപ്പിക്കുന്നത് സഖാക്കന്മാര്. കോൺഗ്രസ് വിട്ട ഉടനെ തന്നെ സുധാകരൻ BJP പോകുമെന്നൊക്കെ. പക്ഷെ ഒന്നും ഉണ്ടായില്ല, ഒരു ഇല പോലും അനങ്ങാതെ KPCC അധ്യക്ഷനെ മാറ്റിക്കൊണ്ട്. അത് കോൺഗ്രസിൽ ഒരു പക്ഷേ ആദ്യത്തെ ഒരു സംഭവമാണ്. അത്തരത്തിലൊരു നേതൃമാറ്റം വരുമ്പോൾ ഒരു അന്തഛിദ്രങ്ങളോ അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങളോ ഇല്ലാതെ പോകുന്നത്. അങ്ങനെ ഒരു മാറ്റം സംഭവിച്ചു. അവിടെ അവരുടെ ആ പ്രതീക്ഷ തകർന്നു. രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പായിരുന്നു. അവിടുത്തെ സ്ഥാനാർത്ഥി നിർണയമായിരുന്നു. അവിടെ DCC അധ്യക്ഷനായിട്ടുള്ള VS ജോയി, ചുറുചുറുക്കുള്ള യുവനിരയിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു നേതാവാണ് അദ്ദേഹം സ്ഥാനാർത്ഥിയാകുമ്പോൾ അവിടെ പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു. സാധാരണ സ്വാഭാവികമായിട്ട് എല്ലാവരും സ്ഥാനാർത്ഥം പ്രതീക്ഷിക്കുമല്ലോ. അങ്ങനെ അവിടുത്തെ ജനങ്ങളും കേരളത്തിലെ നല്ലൊരു ഭാഗം ജനങ്ങൾ, കാരണം DCC അധ്യക്ഷന്മാരിൽ നമ്പർ 1 ആയിട്ടുള്ള ഒരു നേതാവാണ് VS ജോയി. പക്ഷെ അവിടെ വന്നപ്പോൾ എന്താ പറയുക, മറ്റു ചില കാര്യങ്ങളൊക്കെ പരിഗണിച്ചപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയില്ല. നമ്മുടെ ആര്യാടൻ ഷൗക്കത്തായ സ്ഥാനാർത്ഥി. അവിടെ VS ജോയി പ്രകടിപ്പിച്ച ഒരു പക്വതയുണ്ട് അല്ലെ. അവിടെയും ഇവരെല്ലാം പ്രതീക്ഷിച്ചു സ്ഥാനത്ത്. അത് മാധ്യമങ്ങളെ കാണും, വരുന്നു അദ്ദേഹം ഇപ്പൊ പാർട്ടിക്കെതിരെ അന്നേരം VS ജോയി ഇങ്ങ് ചേർത്ത് പിടിക്കാൻ, വൈകാരികമായിട്ട് ചേർത്ത് പിടിക്കാതെ ഞങ്ങൾ ഉണ്ട്, ഇങ്ങ ഇറങ്ങി പോരെ, ഇങ്ങ് വാ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് അവര്. പക്ഷെ അവിടെ എന്താണ്, VS ജോയി ഒരു വാർത്താസമ്മേളനം നടത്തിക്കൊണ്ട് സഖാക്കന്മാരുടെ എല്ലാ അണ്ണാക്കിൽ കൊടുക്കുന്ന രീതിയിലാണ് പ്രതികരണം നടത്തിയത് അല്ലെ. ഒരു വാക്ക് പാർട്ടിക്കെതിരെ കിട്ടില്ല. പിന്നീട് അതിന്റെ പേരിലാണ് VS ജോയി നിന്ന് കരയുന്നതൊക്കെ പറഞ്ഞുകൊണ്ട് ഒന്നും കിട്ടാതെ വന്നപ്പോൾ ആ രീതിയിലാണ് നടത്തിയത്. അപ്പോൾ VS ജോയി ഒരു മാതൃകയായിരുന്നു. പക്ഷെ മുതിർന്ന നേതാക്കൾക്ക് ഉൾപ്പെടെ മാതൃകയായിട്ട് മാറിയ ഒരു സംഭവമായിരുന്നു. പിന്നെ ഏറ്റവും ഒടുവിലുണ്ടായ സംഭവമാണ് ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തെ തെരഞ്ഞെടുപ്പ്. സ്വാഭാവികമായിട്ടും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ച് പോയപ്പോൾ അവിടെ ഒഴിവ് വരുമ്പോൾ അബിൻ വർക്കിക്ക് കിട്ടേണ്ടതാണ്. എല്ലാവരും പ്രതീക്ഷിച്ചാണ്. കാരണം ഈ 2 മാസത്തോളം ഈ അധ്യക്ഷൻ ഇല്ലാത്ത സമയത്ത് കാലയളവിൽ വലിയ രീതിയിൽ അതിനെ നയിച്ചതും ശക്തമായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തതും നല്ല ഒരു വൈബ്രന്റ് ആയിട്ടുള്ള എതിരാളികൾക്കെതിരെ ആഞ്ഞടിക്കുന്ന ഒരു അത്തരം രീതിയിൽ ഉള്ള ഒരു നേതാവാണ് അദ്ദേഹം വരേണ്ടതാണ്, ആകണമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. പക്ഷേ പാർട്ടി തീരുമാനമെടുത്തപ്പോൾ അബിൻ വർക്കി ആയില്ല. മറ്റൊരു വൈസ് പ്രസിഡന്റായ OG ജനീഷ് സ്ഥാനത്തേക്ക് വരുന്നു. അപ്പോഴും ഇവർ പ്രതീക്ഷിച്ചത് അബിൻ വർക്കി കുറെ നാളായിട്ട് ഇങ്ങനെ അബിൻ വർക്കിയെ ആക്കണം, അല്ലെങ്കിൽ അബിൻ വർക്കി ഇപ്പോൾ പാർട്ടി വിടും, സ്ഥാനം രാജിവെക്കും, 19 പേരുമായിട്ട് പുറത്തു പോകും എന്നൊക്കെ ചിലരിങ്ങനെ സ്വപ്നം കണ്ടിരിക്കുകയാണ്.
അദ്ദേഹം അത് ഇടക്കാലത്ത് തന്നെ ഒരു പോസ്റ്റിലൂടെ അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഒരു നിലപാട് എന്റെ ഭാഗത്ത് ഉണ്ടാവത്തില്ല എന്ന് അദ്ദേഹം പലതവണ വ്യക്തമാക്കി. ഇന്നലെ ഈ വിഷയം വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും തുടങ്ങി, ഇതേ നാളെ അബിൻ വർക്കി രാജിവെക്കെ ഇപ്പൊ രാജിവെക്കെ ക്വാളിറ്റി ഉള്ളവർ ഇപ്പുറത്തുണ്ടെങ്കിൽ അതാണ് അവരുടെ ലക്ഷ്യം. ഏതെങ്കിലും വിധത്തിൽ കൊണ്ടുവരണല്ലോ, വന്നില്ലെങ്കിൽ അവരെ അധിക്ഷേപിച്ചില്ലാണ്ടാക്കുക എന്നുള്ളത്. ആ സൈഡിലുള്ള യുവ നേതാക്കന്മാരെ കുറിച്ചെല്ലാം നമുക്കറിയാലോ, എന്താണ് ആരുടെയും 10 പേരുടെ മുന്നിൽ കാണിക്കാൻ പറ്റുന്ന ഒരു നേതാവ് അവർക്കില്ല, യുവ നേതാക്കൾ ആരുമില്ല. അപ്പൊ ഇന്ന് രാവിലെ അബിൻ വർക്കി കാര്യം കണ്ടിട്ട് അദ്ദേഹം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അംഗീകരിക്കുകയാണ്. അദ്ദേഹം ഒരു എതിർ ശബ്ദം പോലും രേഖപ്പെടുത്തിയില്ല. അദ്ദേഹം പറഞ്ഞത് ആകെ പറഞ്ഞൊരു ഇതെന്ന് പറഞ്ഞത്, താൻ ഇപ്പോൾ വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ സംസ്ഥാനത്ത് പ്രവർത്തിക്കുകയാണ്, പല സമര പോരാട്ടങ്ങളിലൂടെ മുന്നോട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, അത് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. അപ്പോൾ ഒരു 4-5 മാസത്തെ പ്രവർത്തനം ഇവിടെ വേണ്ടതുണ്ട്. ആ ഒരു വൈബിൽ അദ്ദേഹം നിൽക്കുകയാണ്. അതിൽ അങ്ങനെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ തന്നെ അനുവദിക്കണം. ദേശീയ സെക്രട്ടറി എന്നുള്ള പദവി, യൂത്ത് കോൺഗ്രസിന് ദേശീയ സെക്രട്ടറി എന്നുള്ള പദവി തൽക്കാലം തനിക്ക് ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ അത് വേണ്ട എന്നൊരു തീരുമാനം താൻ പറയും, അത് അപേക്ഷിക്കും. അപ്പൊ ആ നേതൃത്വത്തോട് അപേക്ഷിക്കും. അവർ അംഗീകരിച്ചാൽ ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഏൽപ്പിച്ച ഏത് ഉത്തരവാദിത്തം വേണമെങ്കിലും താൻ അത് ഏറ്റെടുക്കുമെന്ന് പറഞ്ഞത്. അത് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞത് അവസാന ശ്വാസം വരെ താൻ ഒരു കോൺഗ്രസ്സുകാരനായിരിക്കും. അതിന്റെ ഒരു ഡയലോഗ് അദ്ദേഹം പറയുന്നുണ്ട്. എന്താ പറയുക, തന്നെ 2ആയിട്ട് വെട്ടിമുറിച്ചിട്ടാലും തന്നിൽ നിന്ന് വരുന്നത് രക്തമായിരിക്കില്ല, അതൊരു ത്രിവർണ്ണമായിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ആ പാർട്ടിയോടുള്ള അദ്ദേഹത്തിന്റെ കൂറും വിശ്വാസം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഒരു നേതാവിനെയാണ് ഇവര് മരക്കോട്ട കെട്ടി ഇരുന്ന് ഇപ്പം പാർട്ടി വിട്ട് പുറത്തു വരുന്നൊക്കെയുള്ളത്. അപ്പോൾ അത് വരാതെ വന്നപ്പോൾ അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള അധിക്ഷേപങ്ങൾ ഇങ്ങനെ ചുരിയുകയാണ്. അദ്ദേഹം ക്രൈസ്തവനായതുകൊണ്ട് അദ്ദേഹത്തിന് സീറ്റ് നിശ്ചയിച്ചു, അത് അദ്ദേഹം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടിസ്ഥാനരഹിതമായിട്ടുള്ള രീതിയിൽ ആരോപണങ്ങൾ എന്നെ ഉന്നയിക്കുകയാണ്. എന്തായാലും അവരുടെ ഈ 3 ഘട്ടങ്ങളിലായിട്ട് അവരുടെ 3 പ്രതീക്ഷകൾ പൊലിഞ്ഞു പോയിരിക്കുകയാണ്. യുവനിരയെ തകർക്കാം, ഏതെങ്കിലും രീതിയിൽ കോൺഗ്രസിന്റെ യുവനിരയെ തകർക്കാം, ഒരാളെങ്കിലും പുറത്ത് ചാടിക്കാൻ കഴിഞ്ഞാൽ അത്രയും നല്ല കാര്യം എന്നൊക്കെയാണ് CPM നേതൃത്വവും അണികളും ഒക്കെ തന്നെ കോട്ട കെട്ടിയിരുന്നത്. അതൊന്നും നടന്നില്ല. ആ പ്രതീക്ഷകളെയൊക്കെ തന്നെ അബിൻ വർക്കി നല്ല മറുപടി കൊടുത്തുകൊണ്ട് എന്താ പറയുക തകർത്ത് കളയുന്നതാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഷാഫി പറമ്പിലിന് ആക്രമണം ഏറ്റപ്പോൾ അതിന്റെ പേര് പറഞ്ഞ് സൈബർ ഇടങ്ങളിൽ മീശ പഠിച്ചില്ല എന്ന ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഇവർ വലിയ രീതിയിലുള്ള അധിക്ഷേപങ്ങൾ ഉയർത്തുകയുണ്ടായി. പക്ഷെ അതിന് ആധികാരികമായി പറയാൻ ഇവർക്കാർക്കെങ്കിലും കഴിഞ്ഞു? അതിനു മുന്നേ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇനി നിലം തൊടിയിക്കില്ല എന്നുള്ള ഒരു പ്രയോഗത്തിലായിരുന്നു നടന്നത്. പക്ഷെ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചുവരവ് കണ്ട് അവര് തന്നെ വാവൊളിച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് ഈ യുവനിരയെ അല്ല, ഈ ഷാഫിയുടെ കാര്യം പറയുമ്പോൾ മീശവടിയിലൂടെ നിർത്തിയില്ല കേട്ടോ. ഏറ്റവും ഒടുവിൽ അവസാനത്തെ ട്രോൾ എന്ന് പറഞ്ഞാൽ ഷാഫി ഈ ഡിസ്ചാർജ് ആയി ഇന്നലെ വന്നപ്പോൾ വീൽ ചെയറിൽ ഇരുത്തിയാണ് വന്നത്. അതിനെതിരെ ഒരു ഇത് നടക്കുകയാണ്. സർജറി കഴിഞ്ഞത് ഇവനെ ഇതിനെ വീൽ ചെയറിൽ ഇരുത്തിക്കൊണ്ട് വരുന്നത് എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഈ മണ്ടൻ ചോദ്യങ്ങൾ ചോദിക്കാൻ മാത്രം വിവേകമേ ഇവർക്കുള്ളൂ എന്നുള്ളത് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്തം കമ്മികൾ എന്ന ആ വാക്കിനെ പേരിനെ അന്വർത്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സൈബർ പോരാളികൾ.